ഇന്നത്തെ ടോപ്പിക് എന്താണ് നിങ്ങൾ നമ്മളെ ഡിസ്കഷനിൽ മെയിൻലി? നമുക്കൊരു കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ പോയിക്കോട്ടെ നമ്മളെ ഡിസ്കഷൻ അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് ഇന്ന് വേണമെങ്കിൽ കൺസിസ്റ്റൻസി എന്നുള്ള ടോപ്പിക് എടുക്കാം. കൺസിസ്റ്റൻസി, കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ എന്താണ് അതിൽ കണ്ടിന്യൂറ്റിനെ പറ്റിയിട്ട് കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്. അതെ അതെ, ഓഫ് കോഴ്സ്. അത് എങ്ങനെ നമുക്ക് അതിനൊന്ന് സിമ്പിളാക്കി മാറ്റാം? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ, അതായത് ഒരു ഹാബിറ്റ് വേണമല്ലോ, ഒരു ഹാബിറ്റ്, അതിനെ നമുക്കത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഒരു ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ആ ലൂപ്പിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് പുതിയൊരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പുതിയൊരു ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഒരാൾക്ക് പുതിയൊരു ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് പോവാം അതുവഴി. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വേണ്ടുന്നൊരു സംഗതിയാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടനാണ് ആക്ച്വലി അല്ലേ. അതിനൊരു പുതിയ ഹാബിറ്റ് അല്ലെങ്കിൽ ഉണ്ടാക്കി തീർക്കണമെങ്കിൽ നമ്മൾ ഡെലിബറേറ്റ്ലി കുറച്ച് എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് അതിന് വേണ്ടിയിരുന്നൊരു സ്റ്റെപ്പ്? എന്താണ് ജാഫർ? പുതിയൊരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് സ്മാൾ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. അതായത് ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞ ഒരു ഓതറുണ്ട്, ഒട്ടോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞ ഒരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ബുക്കുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുള്ള ഒരു ബുക്കാണ്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നൊരു 15 മില്യൺ സോൾഡ് ചെയ്തിട്ടുണ്ട് ആ ബുക്ക്. അപ്പോൾ അതിൽ ജെയിംസ് ക്ലിയർ പറയുന്നത് നമ്മളൊരു ഹാബിറ്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1% സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അല്ലാതെ നാളെ എണീറ്റിട്ട് എല്ലാം എഫേർട്ട് ഇട്ടിട്ട് ഒരു പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല എന്ന് പറയും. താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്കും ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിമ്മിൽ പോയിരിക്കും, നമ്മൾ ആ ഒരു ആരംഭശൂരത്വം എല്ലാത്തിനും ഉണ്ടാവും. നോക്കിയിട്ടുണ്ടോ? അതായത് നമുക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടുക, അല്ലെങ്കിൽ ഒരു ന്യൂ ഇയറിൽ ഒരു പുതിയ റെസൊല്യൂഷൻ ഉണ്ടാവുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കാലത്തേക്കേ കാണാറുള്ളൂ. പൊതുവേ ഇതൊരു തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നത് ആരും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ഒരു ഫീലോട് കൂടി അത് എൻജോയ് ചെയ്ത് പോകുന്നവർ അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക ആ ഒരു അപ്രോച്ചിനോട്? അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഈ ഒട്ടോമിക് ഹാബിറ്റിൽ പറയണത് നമുക്ക് പുതിയൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ജിമ്മിന് പോകണമെന്ന് വിചാരിക്കും, അതല്ലെങ്കിൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം കൊണ്ട് അത് മൊത്തത്തിൽ ഒറ്റ ദിവസം കൊണ്ട് രാവിലെ പോയിട്ട് ജിമ്മിൽ പോയിട്ട് ഒരുപാട് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ കഴിയുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 4-5 ദിവസം കഴിയുമ്പോൾ നമുക്കതൊരു മടുപ്പ് വരും. നമ്മൾ ഓട്ടോമാറ്റിക് തിരിഞ്ഞ് വരും, അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബേബി സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്മാൾ 1% സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരാൾ ജിമ്മിന് പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ രാവിലെ 5 o'clock എണീറ്റിട്ട് ജിമ്മിന് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസം ജിമ്മിന് പോകാൻ റെഡിയായിട്ട് എന്ത് ചെയ്യുക, ട്രാക്ക് സൂട്ടോ അല്ലെങ്കിൽ ഷൂ ഒക്കെ ഇട്ടിട്ട് റെഡിയായിട്ട് കുറച്ച് ദിവസം ഇരിക്കണം. അങ്ങനെ സ്മാൾ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്കൊരു സ്ട്രെയിൻ തോന്നില്ല. അപ്പം അങ്ങനെ ആ ലൂപ്പ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നതാണ് പറയുന്നത്. ഞാൻ ഇതിനൊരു വേറെ ആംഗിളിൽ ഇപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെ ബ്രെയിനിൽ തന്നെ 2 മോഡുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ബ്രെയിൻ എപ്പോഴും എടുക്കുന്നത് ഈസി തിങ്സ് ആണ് അല്ലേ. അതായിരിക്കും ഇതിങ്ങനെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ വേണമല്ലോ. അപ്പോൾ ഈ ഈസി തിങ്സ് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ബ്രെയിന് പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങി എണീറ്റ പാടെ നമ്മുടെ ബ്രെയിന് നെഗറ്റീവ് മോഡിലായിരിക്കും. അപ്പോൾ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ലാരിറ്റി ഉള്ളത് സംഗതികൾ, അല്ലെങ്കിൽ വളരെ നമുക്ക് ക്ലിയർ ആയിട്ട് സിമ്പിൾ ടാസ്കുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും. അത് നോക്കിയിട്ടുണ്ടോ? അതായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് 1% ഇതെന്ന് പറയുന്നത്. അതായത് 1% ഗ്രോത്ത് എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റെപ്പുകൾ എടുക്കും. അപ്പോൾ ആ ഒരു സിമ്പിൾ സ്റ്റെപ്പ് എടുക്കുന്നതോടുകൂടി തന്നെ നമ്മൾ അതിനെ എങ്ങനെ റുട്ടീനിൽ വരുത്താം, അതാണ് ഞാൻ ചോദിക്കുന്നത്.
റൊട്ടീനിൽ വരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മാൾ സ്റ്റെപ്പ് എടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജിമ്മിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ജിമ്മിൽ പോയിട്ട് ഇത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. ആദ്യം അവന് പിന്നെ ജിം ഡ്രസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ട്രാക്ക് സൂട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസം ഇരിക്കുക, മിനിമം ഒരു 3-4 ദിവസം കൂടെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, ഇപ്പോൾ കാർ എടുത്തിട്ട് വേണമെങ്കിൽ ജിമ്മിൽ പോവാം. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അതിപ്പോ നമ്മളിപ്പോ പറയണത് ഒരു 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 കോമൺ എക്സാമ്പിൾ, ജനറിക് എക്സാമ്പിൾ ആണ്. അതിപ്പോ ഏത് ടാസ്ക് ആവാം, ഏത് നമ്മുടെ ഒരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതിനും ഒരു തുടക്കമാവാം അല്ലേ, ഒരു പുതിയ തുടക്കം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമുക്ക് മിനിമം ഒരു 3 വീക്സ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂറ്റിയിൽ പോകുമ്പോൾ നമ്മൾ ബ്രെയിനിൽ ചെറിയ ഒരു ഇമേജ് അതിൻ്റെ വരും. അതേപോലെ ഇത് ഒരു ടാസ്ക് നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഐഡൻറ്റിറ്റി വരണം എന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ 3 മാസമെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, 3 മാസം കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടിന്യൂ പോയി കഴിഞ്ഞാൽ, ഈ റൊട്ടീൻ കണ്ടിന്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും അത്. അപ്പോൾ അത് നമ്മളെ റൊട്ടീനിൽ വരും അത്. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ ആ മോഡൽ അത് വരും. പിന്നെ നമ്മളറിയാതെ തന്നെ നമ്മൾ 5 മണിക്ക് ഓട്ടോമാറ്റിക് അറിയും, അല്ലെങ്കിൽ 4:30 അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓട്ടോമാറ്റിക് നമ്മൾ എണീക്കും. നമ്മളെ റൊട്ടീനായി മാറും അത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് അദ്ദേഹം പറയുന്നത്. അതിപ്പോൾ പ്രകൃതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥകൾ തന്നെ മാറി മാറിയല്ലല്ലേ. ഇപ്പം വിൻ്ററായി, സമ്മറായി, ഓട്ടമനായി, അങ്ങനെ 4 കാലങ്ങൾ, Q1, Q2, Q3, Q4, അങ്ങനെ നമ്മുടെ കാലാവസ്ഥ തന്നെ മാറി വരുന്നു. അതിനൊക്കെ തന്നെ ഒരു 90 ഡേയ്സ് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. നമ്മൾ പെട്ടെന്നൊരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. പിന്നെന്താ ജാഫറിൻ്റെ അഭിപ്രായത്തിൽ അതിനെപ്പറ്റി? അത് തന്നെയാണ്, അതുകൊണ്ടായിരിക്കും ഈ 3 മാസം എടുക്കും എന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ്റെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിന് പറയുന്നത്, പിന്നെ നമ്മുടെ അതിനെന്തോ ഒരു വേർഡ്സ് ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയി. അത് നമ്മളെ ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നത് അത് നമ്മുടെ എന്താ പറയുക, ആ ഒരു പാറ്റേൺ നമ്മുടെ അവിടെ സേവ് ചെയ്തിട്ട് നമ്മളെ ഹാബിറ്റായി മാറണമെന്നുണ്ടെങ്കിൽ ഒരു 90 ഡേയ്സ് മിനിമം എടുക്കുന്നതാണ് അതിൻ്റെ ആ ബുക്കിൽ പറയുന്നത്. അല്ല, നമ്മുടെ ജീനുകൾ തന്നെ മാറ്റം വരും അറിയുന്നത് 90 ഡേയ്സിൽ. ജീനാണോ അതിന് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഓരോ 90 ഡേയ്സിലും പുതിയ സാധനങ്ങൾ മനുഷ്യന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിലാണെങ്കിലും പല ഇതിലാണെങ്കിലും. അപ്പോൾ അതിൻ്റെ മാറ്റം വരുന്നതിൻ്റെ അനുബന്ധിച്ചായിട്ടായിരിക്കും ഈ 90 ഡേയ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 മാസം എന്ന് പറയുന്നത്. അതെ, നമുക്കത് തോന്നിയിട്ടുള്ളത് നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ ന്യൂറോൺസിനൊരു അതിന് ടെക്നിക്കൽ പേര് എന്ന് പറഞ്ഞാൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് തന്നെ. അതിൽ എനിക്ക് തോന്നിയത് അതിന് നമ്മുടെ ഈ പ്ലാസ്റ്റിക് സിറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ബ്രെയിന് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ പഠിപ്പിക്കുന്ന, അതായത് ചൈൽഡ്ഹുഡിൽ ഫോം ചെയ്യുന്ന കുറേ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ പോസിബിളാണ്. നമ്മളെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ ആക്കുന്നില്ല, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, അതുപോലെ നമുക്ക് തിരിച്ച് റീസ്ട്രക്ചർ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് 1 ഡേ കൊണ്ട് നടക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. നമ്മുടെ ആ ഒരു 90 ഡേയ്സിൻ്റെ ആ പേഷ്യൻസ് മാൻഡറ്ററി ആണ് അല്ലേ. എന്താ പറയുന്നത് ജാഫർ? അതെ, നമ്മളിപ്പോൾ 90 ഡേയ്സ് ഒരേ കാര്യം തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് കോഴ്സ് അത് നമ്മുടെ ഇതായിട്ട് മാറും. 90 ഡേയ്സ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ആ പാറ്റേൺ മാറൂല എന്നുള്ളതാണ്. ഈ ബുക്ക് നമ്മൾ മാക്സിമം ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുക പൊതുവെ ഒരു നോക്കുകയാണെങ്കിൽ? അത് മനുഷ്യന് പല രീതിയിൽ അത് ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താം, അവർക്ക് അവരുടെ ഇതിനകത്തൊരു ഇത് കൊണ്ടുവരാം. അതേപോലെ പ്രൊഫഷണൽസിനാണെങ്കിലും അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. പാരൻസിന് അതൊരു വലിയൊരു കാര്യം. പാരൻസിനും എല്ലാവർക്കും അവരുടേതായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്താന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ
ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹം ആ ഇതിലെങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ല ആ പാറ്റേണിൽ. രാവിലെ എണീക്കുന്നു, അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കുന്നു, 6 മണിക്ക് എണീക്കുന്നു, മെയിൽ നോക്കുന്നു, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ തിരിച്ചു വരുന്നു. അതിങ്ങനെ റൊട്ടീനിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് ഈ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഇദ്ദേഹം പിന്നെ ജിമ്മിൽ പോയിട്ട് അദ്ദേഹം ആരോഗ്യം ഒന്ന് സെറ്റാക്കണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇത് ഉപയോഗപ്പെടുത്താം. കാരണം അത് സ്മാൾ സ്റ്റെപ്പ് കൊടുത്തിട്ട് 1% സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു വർഷമാകുമ്പോഴത്തേക്ക് 37,000% നമുക്ക് മാറാന്ന് പറയും. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഇതൊരു കോമ്പൗണ്ടിങ് ആയിട്ടൊരു റിലേഷനിൽ, കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സേവ് ചെയ്യുന്ന സംഗതികൾ. അപ്പോൾ നമ്മളിപ്പോൾ മണി സേവിങ്ങിൽ തന്നെ നമ്മൾ സേവ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്യില്ലേ, സിമിലർ എഫക്റ്റ് തന്നെ ആയിരിക്കില്ലേ നമ്മുടെ ന്യൂറോൺസും റീവയറിംഗ് ഒക്കെ. അതെ, എല്ലാം ഡിപ്പെൻസ് ആണ്. അതായത് നമ്മുടെ റീവയറിംഗ് ന്യൂറോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 90 ദിവസം എടുക്കും. ഇതെല്ലാം ന്യൂറോൺസ് റീവയറിങ്ങിനാണ് സമയം എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ പുതിയൊരു പാറ്റേൺ രൂപപ്പെടും. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെ അതൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ആയിട്ട് മാറും. അത് അങ്ങനെയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് ഇപ്പോൾ നമ്മൾക്ക് ഒരു മേജർ ചേഞ്ച്, ഇപ്പോൾ നമുക്ക് പലതിനോടും നോ പറയേണ്ടി വരും നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഈ ക്ലാരിറ്റി നമ്മൾ പറയില്ലേ, ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴേ ഉള്ളൂ ഇതൊക്കെ ഈ പാറ്റേൺ ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായി തീരണം എന്നൊക്കെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രിൻസിപ്പിളായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്നും കൂടെ ആ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നാണ് തോന്നുന്നത്. അതെ, അങ്ങനെ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ രാവിലെ ഇപ്പം നിങ്ങൾക്ക് നീ എന്താ ആവണം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റതിന് ശേഷം ഇപ്പോൾ 5 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ റൊട്ടീൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്, മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നീ ഒരു 90 മിനിറ്റ്സ് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് അദ്ദേഹം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ 90 മിനിറ്റ് അതിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ അതിൽ ഇത് വരും. ഒരു 1.5 മണിക്കൂർ നമ്മൾ ഡെയിലി എന്താണോ ആയിത്തീരേണ്ടത് അതിലൊന്ന് ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ വർക്കുകൾ ചെയ്യും. അത് മാത്രം അതിന് ആ ബ്രെയിനിന് അങ്ങനെ പിന്നെ ഫ്രീ സ്പേസ് കൊടുക്കണം. ഓക്കെ മിനിമം 90 മിനിറ്റ് എങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ പറയുന്നത്, എനിക്ക് തോന്നുന്നു 90 ഡേയ്സ് കൊണ്ട് അയാൾ അവിടെ മിനിമം ഒരു ഇതിൽ എത്തിച്ചേരും. വേറെ അധികം ഡിസിഷൻസ് കൊടുക്കാണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും ഭയങ്കര ചിന്തകളാണ്. ഇപ്പോൾ ഒരു ഡിസിഷനിൽ ഇപ്പോൾ എത്തണമെങ്കിൽ തന്നെ പണിയാണല്ലോ. ഇപ്പം നാളെ ഞാൻ ബിസിനസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം വേറൊരാൾ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെ പല മൾട്ടി ടാസ്ക് ഇത് കൊടുത്താൽ അത്രയും എഫക്റ്റ് ഉണ്ടാവില്ല. ആ സെയിം ഇത് തന്നെ നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു മിനിമം 90 മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും അതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ജെയിംസ് അറ്റോമിക് ഹാബിറ്റിൻ്റെ ഓതർ പറയുന്നത്. അപ്പോൾ നല്ലൊരു ബുക്കായിട്ടാണ് റിവ്യൂവിൽ പറയുന്നത്. ഒരുപാട് ആളുകൾ അത് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഇങ്ങനെ പറയണേക്കാം, അതായത് അതിൻ്റെ ഇപ്പോൾ ഒരു വലിയൊരു ബുക്ക് ഉണ്ടായിരിക്കും, നമുക്കത് ഫുള്ള് വായിച്ചെടുക്കാൻ പെട്ടെന്നൊന്നും കഴിയില്ല, അല്ലെങ്കിൽ വലിയൊരു ടാസ്ക് ഉണ്ട്. ആ ടാസ്കിന് നമ്മൾക്കിങ്ങനെ ഫ്രാഗ്മെൻ്റായിട്ട് ഇങ്ങനെ ചെറിയ ടാസ്ക്കായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും കൂടെ നമുക്ക് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് അതിന് അത്ര വലിയ ടാസ്ക്കായിട്ട് തോന്നില്ല. അതിൻ്റെ വേറൊരു പതിപ്പാണ് ഈ ഇത് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇത് അതിന്റെ ജസ്റ്റ് ഇപ്പൊ ഷക്കീബ് പറയുന്ന പിന്നെ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പൊ നമുക്കൊരു 80 റൂൾസോ അങ്ങനെ എന്തോ ഒരു ബുക്കില്ലേ, 80-20 അത് നമ്മൾ അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബേബി സ്റ്റെപ്പ് എടുക്കണമല്ലോ. ഒരു ജസ്റ്റ് ഒരു ബേബി സ്റ്റെപ്പ് 1% എവറി ഡേ ഇമ്പ്രൂവ്മെന്റ് ഇന്നലത്തെങ്ങാളിൽ ഇന്നൊരു 1%. ഓവർലോഡ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആയി മാറുന്നത്. അതെ, നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കാനാണ് ഉദ്ദേശം. കാരണം നമ്മൾ പോകുന്ന ലൂപ്പ് ഒരുപാട് വർഷങ്ങളായിട്ട് ആ ലൂപ്പ് നിന്ന് മാറുമ്പോൾ ബ്രെയിന് കൺഫ്യൂഷൻ വരും. അപ്പൊ ബ്രെയിന് പൊതുവെ അത് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. അങ്ങനെയാണ് ഈ ആളുകൾ ഇപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ട് ഒരാഴ്ചയൊക്കെ ഓടാനോ അല്ലെങ്കിൽ ജിമ്മിനോ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. മിക്കവാറും 95% ആളുകളും അത് കണ്ടിന്യൂ ചെയ്യൂല ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ. ഈവൻ നമ്മളും പല കാര്യങ്ങളും
പിന്നെ റെസൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും റെസൊല്യൂഷൻ എടുക്കുന്നുണ്ട്, അത് എടുക്കുന്നുണ്ട്, ആനയാണ് ചേനയാണ് മാങ്ങയാണ് എന്ന് പറയുന്നത് നമ്മൾ കുറേ സംഗതികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കണില്ലല്ലോ, ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ ഒരു സാറ്റിസ്ഫൈഡ് ആവണില്ല. അപ്പം നമ്മളെന്ത് ജോലി ചെയ്താലും അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത വരിക, അപ്പോൾ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവുക. അപ്പോൾ ഉള്ളതിൽ നമ്മൾ ആ പ്രോഗ്രസ് സാറ്റിസ്ഫൈ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സെൽഫായിട്ട് പോകുമ്പോഴാണ് കേട്ടോ ഇത്. അതെ, നമ്മുടെ പുറകിൽ ട്രെയിനിങ്ങിന് കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ രാവിലെ എണീപ്പിച്ച് നമ്മളെ അത് വേറെ പാറ്റേൺ ആയിട്ട് വരും. അത് ഒന്നുകൂടി നിർബന്ധിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ പിന്നെ ഇപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനകത്ത് പറയുന്നുണ്ട്, പല ഗ്രൂപ്പായി തിരിച്ചിട്ട് കുറച്ച് ആളുകളെ ട്രെയിനിങ് കൊടുത്തിട്ട് ചെയ്തത്, ട്രെയിനിങ് കൊടുക്കാതെ ചെയ്തത്, അങ്ങനെ പല പല പാറ്റേണായിട്ട് ഇദ്ദേഹത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മാറ്റം, സെൽഫ് ചെയ്ത ആളുകളുടെ മാറ്റം, അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. താങ്കളുടെ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊന്ന് എത്രത്തോളം ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ? ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതാണ്, 1% നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാറ്റം വരുത്താൻ സാധിക്കും. അതായത് ഈ പറഞ്ഞ പോലെ ഡെയിലി രാവിലെ അല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്തിട്ട് ഈ 90 മിനിറ്റ് നമ്മുടെ മെയിൻ ഫോക്കസ് ചെയ്യുക. അതാണ് അദ്ദേഹം പറയുന്നത്. രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണോ, ഇപ്പോൾ ജിമ്മിന് പോകാൻ ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ അവൻ പിന്നെ ജിമ്മിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വർക്കൗട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇരിക്കണം. അതല്ല ഒരു നോവൽ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ബുക്കും പേനയൊക്കെ എടുത്തിട്ട് അതിന് സെറ്റായിട്ട് ഇരിക്കണം. അപ്പോൾ ഇതിങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ ബ്രെയിനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെ അത് ചേഞ്ച് ആവും എന്നുള്ളതാണ്. അത് നല്ലൊരു ഇതാണത്, നല്ലൊരു ബുക്കാണത്. പിന്നെന്തൊക്കെയാണ് ഇതിലുള്ളൊരു അതിൻ്റെ ഒരു ബോട്ടം ലൈൻ? നമുക്ക് ഈ കൺസിസ്റ്റൻസിനെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, പക്ഷെ ഇതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്കിത് നടക്കാറില്ല. നമ്മുടെ ഡേ ടു ഡേയിലുള്ള വേറെ കുറേ നമ്മുടെ പ്രഷറുകളൊക്കെ നമുക്ക് ഇതിനെ നമുക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡെലിബറേറ്റ്ലി നമ്മൾ ഈ ബേബി സ്റ്റെപ്പ് എടുത്തൊന്ന് കൺഫേം ചെയ്യണം അല്ലേ? നമ്മുടെ സബ് കോൺഷ്യസിനെ അറിയിക്കണം. അതെ, ഇപ്പൊ രാത്രി കിടക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാം, ഞാൻ എന്താണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തത്, അതോ ഞാൻ അത് ചെയ്തോ, അതായത് ഞാൻ അപ്പൊ അത് ഒന്നുകൂടെ നമുക്കൊരു ഇത് ചെയ്യാം. എന്താണ് ഞാൻ ഡെയിലി ഒരു റിവ്യൂ നടത്തിയിട്ട് അതൊന്ന് അനലൈസ് ചെയ്ത് പോവാം. ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് അത് ഓഫ്ലോഡ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും ബ്രെയിൻ ഫ്രീ ആവും. അപ്പോൾ നമ്മൾ ഒന്നും ക്രിയേറ്റീവായിട്ട് ആ ഹാബിറ്റ് നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് ഒന്നുകൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഷാർപ്പൻ ചെയ്യാൻ പറ്റും. അതെ, കാരണം ഇപ്പം ഇന്നത്തെ ഇപ്പോൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അദ്ദേഹം രാത്രി നോക്കുമല്ലോ ഏകദേശം എത്ര ബിസിനസ് നടന്നു. അതേപോലെ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തോ എന്ന് നോക്കാം. അപ്പം നമ്മൾ ആ സെയിം റൂട്ട് കൂടി തന്നെയാണോ പോയത്, 50 സ്പീഡിൽ പോകുന്ന റൂട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയിട്ടില്ലെങ്കിൽ അതൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് റിവ്യൂ ചെയ്യാം. അങ്ങനെ അതൊരു 90 ഡേയ്സ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം വരുന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാതിരിക്കും. നമ്മൾ ഇനീഷ്യലി ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ഒരു ദിവസം കൂടി നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും. നോക്കിയിട്ടില്ലേ? അതൊരു ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചത് ഒരു 15-20 ദിവസം 21 ഡേയ്സ് ഒക്കെയാണ്. അതായത് നമ്മൾ 30 ഡേയ്സ് കൂട്ടിക്കോ. ആ ഒരു കലണ്ടർ ഡേയ്സ് കംപ്ലീറ്റ് നമ്മൾ ചെറുതായിട്ട് ഒരു 1 ഡേ കുറച്ച് 15 മിനിറ്റ്, നെക്സ്റ്റ് ഡേ 15 മിനിറ്റ്, അങ്ങനെ എവരിഡേ നമ്മൾ അതിനെ അങ്ങനെ എവരുടെ ആ ടൈം തെറ്റിക്കാണ്ട് നമ്മൾ പോയി സെയിം ടൈമിൽ തന്നെ പോയിട്ട് അത് ആ റുട്ടീന് മാറാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളത് സ്വാഭാവികമായിട്ടും തരും. നമ്മൾ ഒരുപാട് കാലം ഇപ്പോൾ ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരേ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവനതിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. കാരണം പൊതുവെ ഇപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവൻ അവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ആ ഒരു റൂട്ടിലൂടെ ഇങ്ങനെ ഒരു സേഫ് സോണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് പല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മാറണം എന്ന് തോന്നും. അതായത് എനിക്ക് എൻ്റെ ഹെൽത്ത് നോക്കണം, അല്ലെങ്കിൽ എനിക്ക് ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ പിന്നെയും
കുറച്ച് ദിവസം അവനിങ്ങനെ ആലോചിക്കും, പിന്നെ ആ റൂട്ടിലൂടെ പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് ദിവസമൊക്കെ ഓടാനൊക്കെ പോകും. അതെ അതെ അതെ. വീണ്ടും സെയിം ഇതിലോട്ട് തന്നെ വരും അദ്ദേഹം. മോട്ടിവേഷനെ കൊണ്ട് അത് ഒരു ബെനിഫിറ്റ് അത് കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. പക്ഷെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പാർക്ക് കിട്ടും നമുക്ക്. അത് ഇനീഷ്യലി ഒരു സ്പാർക്ക് കിട്ടാനേ നമ്മൾ പറ്റും. ആക്ട് ചെയ്യണം, ആക്ട് അതായത് ആക്ട് ചെയ്ത് ആക്ഷനിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഡെലിബറേറ്റ്ലി ഇങ്ങനെ 1% ഡെയിലി ഇംപ്രൂവ്മെന്റ് കൺസിസ്റ്റന്റ് ആയിട്ട്. മോട്ടിവേഷൻ ഓഫ് കോഴ്സ് അത് ഹെൽപ്പ് ചെയ്യുന്ന, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തട്ടിനോടെ തന്നെ പറ്റുള്ളൂ, അതിനെ ചെറിയ സ്പാർക്ക് അപ്പോൾ അതേ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ട് അതൊരു ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു എനർജിയൊക്കെ എന്തൊക്കെയോ വരും കുറച്ച് സമയം, അല്ലെങ്കിൽ ഒരു 1 വീക്കൊക്കെ അത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷെ നമ്മളതിൽ ഈ പറഞ്ഞ പോലെ അപ്പം നമുക്ക് ഈ ഇത് ചെയ്യണം, 1% നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതെ, അപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അതായാലും വലിയൊരു പോയിന്റാണ്. ഇപ്പോൾ വേറൊരു ശ്രീനിവാസൻ്റെ ഒരു ഫിലിമിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അതായത് ഒരുപാട് തവണ വെട്ടിക്കഴിഞ്ഞാലേ ആ മരം വീഴുന്നുള്ളൂ. അതിനെ പറ്റി അങ്ങനെ ഒരു കോമഡി ഇല്ലേ, അതായത് നമ്മൾ കൂടുതൽ വെട്ടി 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 ഒരു മരം വീഴണം എന്നുണ്ടെങ്കിൽ ഡെയിലി അത് വെട്ടി വെട്ടി എന്നും പോയിട്ട് വെട്ടി 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 ഒരു ദിവസം ആ മരം മറിഞ്ഞു വിടും അല്ലേ. ആ ഒരു മൊമെൻ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെയല്ലേ ഇതിന് പറയണത്. അതെ, അതായത് അതിൻ്റെ എത്ര ചെയ്യണമെന്നല്ല, ഡെയിലി അതിനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടീനിൽ വരുത്തത് ഹാബിറ്റായി പാറ്റേൺ അവിടെ ഐഡൻറ്റിറ്റി മാറും. പിന്നെ അത് മറക്കില്ല, അതായപ്പോൾ നമ്മളിപ്പോൾ സൈക്ലിംഗ് പഠിക്കുകയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ യൂസ് കേസ് ഞാൻ പറഞ്ഞു കേട്ടോ, ഫോർ എക്സാമ്പിൾ നീന്തൽ പഠിക്കുക, സൈക്ലിങ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതിനൊക്കെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. മിനിമം ആളുകൾക്ക് ഇത് ചെയ്യാം. അതായത് പല ആളുകൾക്കും പല ഇതാണല്ലോ, അതെ, ചിന്തകളാണല്ലോ. അപ്പം ഇതെല്ലാം അക്വയർ ചെയ്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഇതെല്ലാം പിന്നെ പഠിച്ച ഒരാൾക്ക് അവൻ്റെതായ കുറച്ചും കൂടെ മേലിലോട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും. അപ്പോൾ എവറിത്തിങ് ഈസ് പോസിബിൾ ആണല്ലോ. ഇതിൻ്റെ ഒരു എസെൻസ് ആണ് ആ ബുക്കിൽ പറയുന്നത്. നമുക്കിത് എവിടെയും യൂസ് കേസ് ആയിട്ട് എടുക്കാം. ഓഫ് കോഴ്സ്, ഓക്കെ, യൂസ് കേസ് ആയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെന്തൊക്കെയാണ് നമ്മുടെ ഓഡിയൻസിനോട് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓഡിയൻസിനോട് തന്നെയല്ല ഇപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞു. എന്തായാലും നല്ലൊരു ബുക്കാണ്, എല്ലാവരും ഒരുപാട് എൻ്റെ ഹൈ എൻഡ് വെർഷൻ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, ഓഡിയോ ബുക്കായിട്ടും പല ഇതിൽ അവൈലബിൾ ആണ്. വായിച്ചു നോക്കിയാൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സമ്മറിയെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഇത് എടുക്കണം അല്ലേ. അതിൻ്റെ സമ്മറി ഇതാണ്, മെയിൻ സമ്മറി തന്നെയാണ്, 1% ഇത് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ആ റൂട്ടിൽ നമ്മൾ വരും എന്നുള്ളതാണ്, പാറ്റേണിൽ നമ്മൾ വരും എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയും കൂടെ പറയുന്നുണ്ട്, അത് അറ്റോമിക് ഹാബിറ്റിലാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യുക, അച്ചീവ് ചെയ്തിട്ട് നമ്മൾ റിവാർഡ് ചെയ്യുക, നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. ഞാനത് നേടിയെന്ന്. അപ്പം നമുക്കൊന്നും കൂടെ ആത്മവിശ്വാസം ഉണ്ടാവും. നമ്മളിങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുക. അപ്പം നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂറ്റായി പോയി, അല്ലെങ്കിൽ 2 ആഴ്ച കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ അതിനെ റിവാർഡ് നമ്മൾ സെറ്റ് ചെയ്യുക, ചെറിയ റിവാർഡുകൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ ഒരു ആത്മവിശ്വാസം വരും. എന്ന് പറഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ ചെറിയ അച്ചീവ്മെന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കണം, സെലിബ്രേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ നമ്മൾ സെലിബ്രേറ്റ്. സൈക്കോളജിന്റെ ഒരു ഭാഗമാണ് അല്ലേ, സൈക്കോളജിയാണ് കംപ്ലീറ്റ്. ആ ഒരു ഇതിലോട്ട് വരും. അപ്പോൾ വേണമെങ്കിൽ പല ആളുകളും പറയുന്നില്ല, മിററിൽ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞാലും അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക, റിവാർഡ് കൊടുക്കുക. ഇതൊരു അഫർമേഷൻസിന്റെ ഒക്കെ ഒരു അത് വേറെ ടോപ്പിക്, അതിന്റെ ഒക്കെ ഒരു ഭാഗത്തിൽ വരുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമ്പോൾ അങ്ങോട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. എന്തായാലും നമുക്കിതൊരു ബേബി സ്റ്റെപ്പായിട്ട് ഇനിയും നമ്മളെ പോഡ്കാസ്റ്റുകൾ ഒരു ബേബി സ്റ്റെപ്പായിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. ഈസി ബിസി ടോക്സിലൂടെ. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ. ഓക്കെ, ഓൾറൈറ്റ്, ബൈ.